മോനെ സാമ നീ അത് വിട്ടോളാ. നീ ബാങ്കോക്കിൽ പെമ്പിളരെ കണ്ടിക്ക. അത് നീ അതിന് ചിരിക്കൊന്നും വേണ്ട. ഈ ലിവിംഗ് ടുഗദർ കൺസെപ്റ്റ് ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ള. സംഭവം സീരിയസ് ആവുന്നതിന് മുന്നേ നീ വേറെ പെണ്ണിട്ടാ നോക്കും. നീ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. പെണ്ണ് കിട്ടിയ നിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ശരിയല്ലേ, ഒരാവേശം ഞാൻ പറഞ്ഞു പോയെങ്കിലും കെട്ടാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഇവിടെ പട്ടിക്ക് റൊട്ടിട്ട് കൊടുക്കുന്ന പോലെ ഫസിയുടെ ബാപ്പിട്ട് വരുന്ന നക്കാപ്പിച്ചോണ്ടാ ഞാനിവിടെ ഓരോ ദിവസം തള്ളി നിൽക്കുന്നത്. സമാധിക എടാ, ഞാൻ ഡെന്നീസിന്റെ ഫ്ലാറ്റിലെത്തിയടാ. ഫ്ലൈറ്റിന് ടൈമായി. ഞാൻ വിളിക്കാം. സമാധിക സുഖല്ലേ? തന്നെ തന്നെ. ഇവിടെ ചെന്നാലുണ്ടോ മലയാളിയില്? എന്താടാ, നിന്റെ ആരെങ്കിലും ചത്തോ? ഇല്ല. എന്ത്? അല്ല, നീ എങ്ങനെ അകത്തോട്ട് വന്നു? നീ സ്വപ്നം കണ്ട് നീരാട്ടിയതേ കഥയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ആണോ? നീ ഇതുവരെ റെഡി ഇല്ലടാ. എടാ പോയി ഷർട്ടൊക്കെ ഇട്ട് സുന്ദരമായിട്ട് പോടാ. പോടാ. എടാ, നീ സാമിനെ വിളിച്ചായിരുന്നോ? അവനെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവൻ കൃത്യസമയത്ത് എയർപോർട്ടിൽ വന്ന് നിന്നെ പിക്ക് ചെയ്തോളൂ. എടാ ഞാനല്ലേ പിന്നെ എടാ ഇന്നലെ അടിച്ചോണ്ട് ബാലൻസ് ഇരിപ്പുണ്ടാ. ഓസ് അടിക്കാനല്ലേ ഇവിടെ ഒന്നും ഇരിപ്പില്ല. ഓക്കെ, അവനെ ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോഴാണ് അവനൊരു ഓഞ്ഞ ഡയലോഗ്. എടാ ഷഡ്ഡിയൊക്കെ നോക്കിയടാ, അതിനകത്ത് വല്ല ഉറുമ്പും കാണും. നോക്കടാ. എന്റെ അമ്മോ, അത് എന്തോടത്. കരിമ്പലതിനകത്ത് ഒരു പെഗ് വെച്ചിട്ട് എനിക്ക് തന്നില്ലല്ലോ. ബാക്കി കയറിയാ മതി. ഇത് ഞാൻ വിളിച്ച വണ്ടി. ആയിക്കോട്ടെ, കേറാ വണ്ടി. പോട്ടെ. നേരെ മലയാളം പിടിച്ചില്ലേ? ഒരു മണിക്കൂറായില്ല കൂടെ. നീ എന്താ ആലോചിക്കുന്നു? ഈ ഭാര്യമാരൊക്കെ ഇങ്ങനെയാണ്. GPS പോലെ ഏത് നേരം വിളിച്ചോണ്ടിരിക്കും. നമ്മൾ ആണുങ്ങൾക്ക് ജീവിക്കണടാ. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഒന്ന് സൂര്യമായിട്ട് മുള്ളാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥകളെയാ. ഞാൻ സംസാരിക്കാം. നീ സംസാരിക്കും. അവൻ എന്നെ ചവിട്ടി. ഫസിയ, എന്തു പറ്റി? ആരാ ചവിട്ടിയ? അയ്യോ സോറി ഡെനിസേ, അത് പിന്നെ ചുമ്മാ ബാവയാടാ. പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ പേടിച്ചു പോയി. മാസം 2 ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ചവിട്ടുന്നു. അവക്ക് വട്ടാടാ. വെക്കലേ ഞാൻ എന്നൊന്നും വിളിക്കാനിരിക്കായിരുന്നു. ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു തുടങ്ങിയില്ലേ നിനക്ക്? ഒറ്റയ്ക്കാണെന്ന് എനിക്കൊരു തോന്നിയിട്ടില്ല. നിങ്ങളൊക്കെ അല്ലേ കൂടെ. ഓക്കെ then, ബൈ. പൂത്തിന് ചെവി വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയില്ലല്ലോ. ഒരു തമാശ പറഞ്ഞാടെ. അപ്പോ ഹാപ്പി ജേണി. ബൈ. പോട്ടെ. വിട്ടുവാടാ. ഞാൻ തെറ്റുള്ളൂ അല്ലേ? നീ വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങൾ അടുത്ത തന്നെ നാട്ടിലേക്ക് വരുമല്ലേ? വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാ അമ്മമാരെയും വിളിച്ചൊന്ന് കൂടാം പഴയ പോലെ. ഓക്കെ, വിട്ടോ. സി മിസ്റ്റർ അശ്വിൻ, നിങ്ങൾ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ റിസ്ക് ആണ്. ഓക്കെ, പക്ഷെ എന്ത് അഷ്യൂരിറ്റി നിങ്ങൾക്ക് തരാൻ പറ്റും? നോ വേ, ഇറ്റ്സ് നോട്ട് ഈസി. ഓക്കെ, ലെറ്റ് മീ സീ വാട്ട് ഐ ക്യാൻ ഡു. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഓക്കെ?
Excuse me. Your passport. Oh. Sir, you're not allowed here. Sorry, no smoking inside. Please go back to your seat. Go. എന്തുപറ്റി? ഒരു സീറ്റ് വലിക്കാനായിട്ട് തീപ്പെട്ടിയും ചോദിച്ചുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കയറി. എവിടെ? കോക്പിറ്റില? ആ, പൈലറ്റിനോട് ഒന്ന് ചോദിച്ചു. അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞ് കരുത്തിന് പിടിച്ച് പുറത്താക്കി. ഇതിനെക്കാളും നല്ലത് ഇന്ത്യൻ എയർലൈൻസിലെങ്ങാനും പോയാൽ മതിയായിരുന്നു. ഇഷ്ടം പോലെ മദ്യം എടുത്ത് കുടിക്കാൻ പറ്റൂന്നേ. അവർക്ക് കണ്ണും ചെവിയൊന്നും കേൾക്കാൻ പറ്റില്ലെന്നേ. എല്ലാം മുതുക്ക് കിളവികളല്ലേ. ഞാന് കഴിഞ്ഞ പ്രാവശ്യം എയർ ഇന്ത്യയില വീട്ടിലേക്ക് പോയത്. പെങ്ങടെ കല്യാണത്തിന് പോയതാ. എന്റെ പൊന്നു മോനെ, കല്യാണവും കഴിഞ്ഞ് കൊച്ചിന്റെ മാമോദിസേര എന്നാ വീട്ടിൽ ഞാൻ എത്തുന്നത്. ഇത് പിന്നെ മലേഷ്യ എയർവേസ് അല്ലേ, ഭയങ്കര സംഭവ. ഇത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കണ്ട, കടലിൽ നോക്കിയാ മതി. Sir, Excuse me, I I was told late. you, no smoking inside. Please go to your seat. അവള് പൂവും വെച്ചോണ്ട് നടക്കുന്ന പിന്നെ കടലിൽ വെച്ച് കണ്ടോളാം ഞാൻ. Hello, Yes. that's my seat. Oh, I'm sorry. Hello. I'm Rithi. I'm Dennis Isaac. ആദ്യം എനിക്ക് ആളെ മനസ്സിലായില്ല. നേരത്തെ പാസ്പോർട്ട് എടുത്ത് തന്നപ്പോ ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി ഡെന്നിസ്. It's okay. ബാംഗ്ലൂരാണോ താമസം? അല്ല, ബാംഗ്ലൂർ ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട് പോവാ. നാട്ടിൽ ഞാൻ തൃശ്ശൂരാണ്. ഓ, തൃശ്ശൂരാണോ? നൈസ് പ്ലേസ്. ബൈ ദ വേ, ഡെന്നിസ് ബാങ്കോക്കിൽ എന്താ ചെയ്യുന്നത്? ബാങ്കോക്കിൽ ഒരു IT കമ്പനിയിൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓ, നൈസ്. ഞാൻ ബാംഗ്ലൂർ MRV ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. Ma'am, what would you like to have? നോ താങ്ക്സ്. Sir? For you? Orange juice? Okay. മലേഷ്യൻ എയർവേസ് കൊള്ളാം. തിമിംഗലത്തിന് ഇറച്ചിയായിട്ട് പോകുന്ന ഫ്ലൈറ്റ്. Sir, your juice? Sorry, ma'am. ഇറ്റ്സ് ഓക്കെ. I'm really sorry. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. സോറി, എയർ കട്ടറിൽ വീണതാ. ഇനി ഇതുപോലെ കട്ടർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സോറി. അത് ശരി, ഇവിടെയാണോ ഇരിക്കുന്നേ? അതെ, ഞാനൊരു ശകലം ഫിറ്റായിപ്പോയി. ഞാൻ ഒരു പെഗ് അടിച്ചാൽ മതി, അപ്പ ഫിറ്റായി പോവും. അത് 8ാമത്തെ പെഗ്ഗാണോ 9ാമത്തെ പെഗ്ഗാണോ എന്ന് ചെറിയൊരു ഡൗട്ട്. അത് ശരി, അപ്പൊ കല്യാണം കഴിച്ചതാണല്ലേ? അത് എന്നെ മുഖത്തൊരു സന്തോഷക്കുറവ്. ഞാനും ഒരുത്തിയെ കെട്ടി. എന്റെ പൊന്നു മോനെ, ഈ സ്ത്രീയും തെങ്ങിലെ നാളികേരല്ലേ, നാളികേരം രണ്ടും ഒരുപോലെ. അറിയോ, ഈ തേങ്ങയുടെ തൊണ്ട് നമുക്ക് ഉപയോഗിക്കാം, അതിന്റെ വെള്ളം ഉപയോഗിക്കാം, തേങ്ങയുടെ ചകിരിയും ഉപയോഗിക്കാം. പക്ഷേ ഇത് വന്ന് തല വീണ അതോടെ ജീവിതം തീർന്നു. സോറി, നിങ്ങളെ ഉദ്ദേശിച്ചല്ലേ, എന്റെ ജീവിതം വെച്ച് പറഞ്ഞു പോയതാ. ഡെന്നിസ് കേട്ട പാട്ട് ഏതായിരുന്നു? എനിക്ക് മലയാളം പാട്ടൊക്കെ വലിയ ഇഷ്ടം. What happened? Anne? Who's Anne? I'm Maria. അവൾ എനിക്കൊന്ന് ബർത്ത്ഡേ ഗിഫ്റ്റാ. ബർത്ത്ഡേ ഗിഫ്റ്റോ? ഡെന്നിസ് എന്തിനെ കുറിച്ചായി പറയുന്നത്? ഇത് ഏത് ലോകത്താ?
വാവ്, എ സോങ്. അതും പിറന്നാൾ സമ്മാനായിട്ട്. ആക്ച്വലി ഹൂസ് ദ ആൻ? ഗേൾഫ്രണ്ട്? അതിനേക്കാളും അപ്പുറം. അതിനേക്കാളും ഒക്കെ അപ്പുറം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലവ് സ്റ്റോറി. ഹേ, കം ഓൺ ഡെന്നിസ്, ഇറ്റ്സ് നോട്ട് ഫെയർ. ഐ എം റിയലി എക്സൈറ്റഡ്. വെർ ഇസ് ഷീ? ആൻ?